നമസ്കാരം, ഞാൻ അഞ്ജലി മുരളീധരൻ. സദ്ഗമയ ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കൻ മലയാളികൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എംപവറിംഗ് ഇമിഗ്രൻസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്കസ് ചെയ്യാൻ പോണത് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ഒരു ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ എൻകാഷ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനത്തെ സീക്രട്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. അപ്പം നമുക്കിപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 സീക്രട്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു 1.5 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ശ്രീ കൃഷ്ണകുമാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അത് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയതുകൊണ്ടായിരിക്കാം രസകരമായ രീതിയിൽ. Good morning to all who are gathered here for today's session. I'm Lata Nath, host of today's session of Manasarovar, HNA's Mental Health Awareness Program. Let's begin the program with a prayer by Akshaya Anu. Namostu te Manasarovar is an enlightening series of discussion and programs dedicated to mental well-being. I'll give a brief introduction. She's not new to us. She has been on this Manasarovar program for, I think, 2. Before introducing Geeta as Vivek Ramaswamy's mother, I would like to say Vivek is Geeta's son, the first of her 2 brilliant boys. Whatever I'm saying applies to all of us, and there's nothing unique in what what we do as parents. It's just a mix of different experiences and how we navigate through it. So this is part 2 of relationships, and the reason we made a separate part for this is because parenting in itself, last time we talked about adult relationships, spousal, friends, and colleagues. Thank you, Geeta ji. This is a great timing topic and presentation. Thank you for that. The question I have is, what are some of the practical tips for fostering healthy habits? Long back, I'm here for 48 years, and that time, earlier times, there was no support system, but we are managed to. Invocation we heard, and thank you. Last but not least, thank you all of you to spend your time on a Saturday like this. Om Sahana Vavatu Sahanau Punaktu Sahaviryam Karavavahai. സനാതനം എന്ന് പറയുമ്പോൾ തന്നെ എന്നെന്നും നിലനിൽക്കുന്നത് മാത്രമല്ല, എപ്പോഴും പുതുമയാർജിച്ച് നിലനിൽക്കുന്നത് എന്നുകൂടിയുണ്ട് എന്നാണ് നമ്മളെ ഗുരുവരന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സലേന്ദ്ര മാമമാമിതകോ സലേന്ദ്ര മാമമാമിതകോ സലേന്ദ്ര. അതിലുപരി ഈ വർഷത്തെ ആർഷ ദർശന പുരസ്കാരം അത് നേടിയിട്ടുള്ള അമ്മയെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയായിട്ട് ഞാൻ കരുതുന്നു. ഭാരതീയ ചിന്തയുടെ വിശ്വമാനത്തെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പറഞ്ഞ വാക്യം ഹൃദയത്തിലെയാണ്. വിശ്വത്തിന്റെ വ്യാപ്തിയിൽ നിന്ന് ഭദ്രങ്ങളായ കൃതുക്കൾ, ചിന്തായജ്ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരട്ടെ എന്ന വിശാലമായ വീക്ഷണം പുലർത്തിയവരാണ് ഋഷിമാർ. ധർമാധർമ്മങ്ങളെ പറ്റിയുള്ള ചിന്തകൾ പ്രാചീന സാഹിത്യ രൂപങ്ങളായ വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നിർദ്ദേശങ്ങളായും വിവരണങ്ങളായും
നിദർശനങ്ങളായും പരന്നു കിടക്കുന്നു. ഉപനിഷത്ത് സാരസംഗ്രഹമായ ഗീതയിൽ കാമാത്മാക്കളും ഭോഗൈശ്വര്യ പ്രസക്തരും സ്വർഗപരന്മാരുമായ അത്തരക്കാരുടെ അനുഷ്ഠാനങ്ങൾ നിഷ്ഫലമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ അതിന്റെ സ്ഥാനം അദ്വിതീയമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് മലയാള സാഹിത്യത്തിന്റെ പഴക്കം തന്നെ 16-ാം നൂറ്റാണ്ട് 15-16 നൂറ്റാണ്ട് മുതലേ ഉള്ളൂ. അതിന്റെ മുമ്പുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ മണിപ്രവാളവും ശംഖുക്കളും ഒക്കെയാണ്. ഈ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന കവിത്രയം, പൗരാണിക കവിത്രയം എന്ന് പറയുന്നവര് കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥയിൽ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലീലാവ് ടീച്ചർ ഗുരുതുല്യായിട്ടുള്ള ടീച്ചർ. എല്ലാവരും തലോടുക മാത്രമേ ഉള്ളൂ, എല്ലാ ആൾക്കാരെയും പ്രശംസിക്കുകയുള്ളൂ. ആരെഴുതിയാലും അവരെ എല്ലാം പ്രശംസിക്കുക. മുട്ടത്തുവർക്കിയുടെ നോവൽ പോലെയാണ്. സാഹചര്യങ്ങളും ആളുകളും മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി വികാരങ്ങളും ഭാവങ്ങളും എല്ലാം ഒന്നാണെന്നൊക്കെ പറയുന്നവരാണ്. ഒരു ആക്ഷേപങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും, ചില ആൾക്കാർ പരസ്യമായിട്ട് പറഞ്ഞു, ചില ആൾക്കാർ രഹസ്യമായിട്ട് പറഞ്ഞു. അതിനൊരു കാരണം, വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, ഈ ധർമ്മദണ്ഡ് കൊണ്ട് ആയിരുന്നു ലീലാവതി ടീച്ചറിന്റെ നിരൂപണങ്ങൾ. ആണ് ലീലാവതി ടീച്ചറിന്റെ നിരൂപണങ്ങളെല്ലാം. ഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയും ഏന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കളുറച്ചു ചെഞ്ചമ്മേ ചൊല്ലും അന്തണനെ കാൽപ്പനിക കവിത മലയാളത്തിൽ വിടർന്നു തുടങ്ങുന്ന അവസരത്തിൽ ശ്രീ ബാലകൃഷ്ണ പണിക്കർ എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ, ഒരു കവിതയുടെ അവസാനം ഒരു വിലാപം, അത് എന്നെ എന്തൊക്കെയോ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഒന്നും അറിയാൻ അരുതൊട്ടറിഞ്ഞോരൊന്നും ഗ്രഹിക്കുകയുമില്ല, ഗ്രഹിച്ചുവെങ്കിൽ എല്ലാം അസത്യം, അതുമല്ല ഇതുമല്ല സത്യം എന്നോതും ഇങ്ങനെ മറഞ്ഞരുളുന്നു തത്വം. നീതു കാൺകോരാൻ കുഞ്ഞിതാതൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽ പാത്രവുമായി പയ്യനെ കാലെ കറന്നിടും അമ്മതന്മേൽ വലം വശം ചാരി നിൽപ്പൂ. വഴിയിലെ കൂർത്ത നോവിനും നന്ദി മേച്ചുവ പിച്ച സൂര്യനും നന്ദി നീളുമി വഴി ചുമടു താങ്ങിതൻ തോലിനും വഴി കിണറിനും നന്ദി. ദേവകീ നന്ദന രാധാ ജീവന കേശവ ഹരി മാധവ പുത്തന മർദന പാപ വിനാശന കേശവ ഹരി മാധവ. തുയിലുണർന്നേറ്റൊരാ ചിന്മയരൂപം എണ്ണയും വാകയും തേച്ചൊരുക്കി പുണ്യാഹമോടെ പുരുഷ സൂക്തവും ചൊല്ലി രുദ്രജപത്തോടെ അഭിഷേകമാടി. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മവും സാഹിത്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി KHN സാഹിത്യപൂർവ്വം നടത്തിയ ഈ ചർച്ചയിൽ വളരെ അർത്ഥവത്തായ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ M. ലീലാവതി, ഡോക്ടർ സുവർണ നാലപ്പാട്, ഡോക്ടർ മുരളി പുറനാട്ടുകര എന്നിവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ശൈലജ നമ്പൂതിരി. തിരുവാതിരയെപ്പറ്റിയും തിരുവാതിര വ്രതത്തെപ്പറ്റിയും എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മ, തിരുവാതിര ആശാട്ടി മൺമറഞ്ഞുപോയ ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ, തിരുവാതിര വ്രതത്തിനെപ്പറ്റി ആധികാരികമായ പുസ്തകം എഴുതിയ ശ്രീമതി ദേവകീദേവി അന്തർജനം, അതിന് അവതാരിക എഴുതിയ ശ്രീമതി സുഗതകുമാരി ടീച്ചർ എന്നിവരെയും ഞാൻ കൃതജ്ഞതയോടെ ഇത്തരുണത്തിൽ പ്രണമിക്കുന്നു. ഒരു വാടാത്ത പൂവ് ഉള്ളിൽ വിരിയട്ടെ എന്ന് എനിക്ക് എഴുതിത്തന്ന സുഗതകുമാരി ടീച്ചറുടെ വരികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. കേരള സംസ്കാരത്തിന്റെ സ്വന്തമായിരുന്ന അതിമനോഹരമായ പല ആചാരാനുഷ്ഠാനങ്ങളും അതിവേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവയിൽ അത്യനർഘമായ ഒന്നാണ് തിരുവാതിര വ്രതം. ഈ വ്രതത്തിന്റെ സവിശേഷത ഇത് സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ളതാണ്. പുരുഷന്മാർ ഇവിടെ കാഴ്ചക്കാർ മാത്രം. എല്ലാം ഒരുങ്ങുന്നതും നിവേദിക്കുന്നതും ആഘോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും എല്ലാം ഇവിടെ സ്ത്രീകൾ മാത്രമാണ്. ധനുമാസത്തിലെ തിരുവാതിര നെടുമംഗല്യത്തിനും ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിനും കുടുംബ സാമുദായിക ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാനും ഉതകുന്ന ഒന്നാണ്. തിരുവാതിര ആഘോഷവും ആചരണവും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും എന്നുവേണ്ട ഓരോ തറവാടുകളിലും വ്യത്യസ്തമാവാം. എന്നാൽ ഉറക്കമൊഴിയലും ശിവക്ഷേത്ര ദർശനവും നോൽമ്പ് നോക്കലും എല്ലായിടവുമുണ്ട്. പെൺകിടാങ്ങൾ ഋതുമതിയായിട്ട് ആദ്യം വരുന്ന തിരുവാതിരയെ പൂത്തിരുവാതിര എന്നും, വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്നുമാണ് പറയുക. ലാളിത്യത്തിന്റെ ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. കോടിയലക്കിയ വെള്ളപ്പുടവയെടുത്ത് ഇലക്കുറി അണിഞ്ഞ് മൂന്നും കൂട്ടി മുറുക്കി പാതിരാപ്പൂ ചൂടി ആതിര നിലാവിൽ സ്ത്രീകൾ ഊഞ്ഞാലാടുകയും പാടുകയും തിരുവാതിര കളിക്കുകയും ചെയ്തു. കൈലാസനാഥനായ ശ്രീ പരമേശ്വരന്റെ തിരുപ്പിറന്നാളായിട്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകദേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗ. അതായത് നമുക്കറിയണം, ഗവൺമെന്റ് അറിയിച്ചിരിക്കണം, IRS അറിയിച്ചിരിക്കണം എന്തൊക്കെയാണ് ടാക്സ് ലോയിൽ ചേഞ്ച് വന്നേക്കണമെന്ന് ഉള്ള അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റൈറ്റ് ടു നമുക്ക് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി ഉള്ള സർവീസ് ആയിരിക്കണം IRSൽ നിന്ന് കിട്ടുന്നത്. നമ്മളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കാണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ അത് രഘുവരൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ പ്രോവർബ് ഉണ്ട് US-ല്. there are two things are certain, death and taxes. അത് തന്നെയാണ് ആമുഖത്തില് രഘുവരൻ ചേട്ടൻ പറഞ്ഞത്. ടാക്സ് ലോയെ കുറിച്ച് ഇൻ ജനറൽ പറയുമ്പോൾ സാധാരണ ഒരുപാട് ടാക്സ് പേയേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ. ഇങ്ങനെ ദർ ഇസ് നോ സച്ച് എ തിങ് ലൂപ്പ് ഹോൾ. അങ്ങനെ ഒരു സാധനമില്ല. അങ്ങനെ ഒരു ടൈം ഇല്ല. ബേസിക്കലി നമുക്കെല്ലാവർക്കും അറിയാവുന്നതോട് തന്നെ മുൻ വർഷങ്ങളിലെ നല്ല അനുഭവങ്ങളെ മനസ്സിൽ നിലനിർത്തി മോശമായവയെ തുടച്ചു നീക്കി മുന്നോട്ട് പോകാൻ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. 2025 എല്ലാ KHNA സദ്ഗമയ TV പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. KHNAയുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.